എന്നാലും എൻ്റെ മോദിജി, നിങ്ങൾ ഈ 35 രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതി നേടിയതിൻ്റെ ട്രിക്ക് എന്തുവാ? അതായത് ഏത് രാജ്യത്തേക്ക് നിങ്ങൾ പോകുന്നു ആ രാജ്യം പരമോന്നത ബഹുമതി തന്ന് താങ്കളെ ആദരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഈ സിസ്റ്റം നേരത്തെ ഒന്നും കണ്ടിട്ടില്ല. ഇത് എങ്ങനെയാണ് ഇത് നേടിയെടുക്കുന്നത്? പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത് മൊത്തത്തിൽ മോദിജി വന്നതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ താങ്കൾ ഇന്ത്യ മൊത്തം ഹിന്ദുവൽക്കരിച്ചു എന്നാണ്. താങ്കൾ വന്നതിന് ശേഷം ഇവിടെ കംപ്ലീറ്റ് പ്രശ്നമാണ്. തിരിഞ്ഞാലും മറിഞ്ഞാലും പ്രശ്നം. പ്രത്യേകിച്ച് ഒരു വിഭാഗക്കാർക്ക് ജീവിക്കാനേ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷേ അവരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും താങ്കൾ ചെയ്തു വയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്നാലും പറയുന്നു നിങ്ങൾ കുഴപ്പമാണ്. ഇപ്പം നിങ്ങളിപ്പം ഇപ്പം ഇന്തോനേഷ്യയിൽ പോയി, ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം കൺട്രിയാണ് അവിടെ, അവരും തരുന്നു. അവിടുത്തെ പ്രധാനമന്ത്രി പറയുന്നു അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് ടെസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഇന്ത്യൻ DNA ആണെന്ന് പറയുന്നു. അതൊക്കെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയും. ഇവർക്കൊക്കെ നിങ്ങൾ എന്ത് ഇഞ്ചക്ഷൻ, നിങ്ങൾ എന്തോ ഒരു കൂടുപാത്രം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഇത് കിട്ടത്തില്ല. അങ്ങനത്തെ പ്രയാസം, കിട്ടാൻ പ്രയാസം. 35 ഇപ്പം 12 വർഷമായി, ഇനി ഒരു 3 വർഷം ബാക്കിയുണ്ട്. വർഷത്തിൽ ഒരു 5 എണ്ണം ഒക്കെ വെച്ച് കിട്ടിയാൽ പോലും കുറേ രാജ്യങ്ങളിലേക്ക് പോരും. പിന്നെ ബാക്കി 193 രാജ്യങ്ങളിൽ ഒരു 5 വർഷം കൂടെ താങ്കൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 പുറത്ത് രാജ്യങ്ങൾ പരമോന്നത ബഹുമതി താങ്കൾക്ക് തരികയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചില്ലറ രാജ്യങ്ങളേ ഉള്ളൂ. പിന്നെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലെയുള്ള നമ്മുടെ അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ അവരും ഒന്ന് തന്നാൽ. ഞങ്ങളുടെ അടുത്ത് ഇതൊന്നുമല്ല പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്നത്. നിങ്ങൾ മൊത്തത്തിൽ ഒരു സമുദായത്തിന് മൊത്തം വിരുദ്ധനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തോ ചെയ്താലും കുഴപ്പം. ഇപ്പം നല്ല എയർപോർട്ട് കൊണ്ടുവന്നാൽ കുഴപ്പം. കാരണം ഇപ്പം തന്നെ ഇറാൻ അമേരിക്ക വാർ, ഹോർമൂസ് കടലെടുക്ക് അടച്ചിട്ടൊക്കെ ഇപ്പോഴും അവന്മാർ അടിച്ചുകൊണ്ടിരിക്കും. 3 ദിവസത്തേക്കുള്ള പെട്രോളേ ഉള്ളതെന്നാണ് ഞങ്ങളുടെ ഭാവി പ്രധാനമന്ത്രി പറഞ്ഞത്. 3 ദിവസത്തേക്കുള്ള പെട്രോളും 1 ദിവസത്തേക്കുള്ള ഗ്യാസും. നിങ്ങൾ എന്തുവാ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഏണ്ട് 100-115 ദിവസമായിട്ട് നമ്മുടെ പെട്രോൾ പമ്പിലെങ്ങും പെട്രോളിന് ഒരു ക്ഷാമവും ഇല്ല. വീടുകളിൽ ഗ്യാസും കിട്ടുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെയും പറഞ്ഞു. ഹോട്ടലുകൾ അടച്ചു എന്ന് പറഞ്ഞു. ഹോട്ടലുകൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഹോട്ടലുകൾ മൊത്തം അടയ്ക്കുക. ഒറ്റ ഹോട്ടലുകൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു, അവിടുന്ന് പരമോന്നത ബഹുമതി മേടിക്കുന്നു, പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഞങ്ങൾക്കാകെ ചെല്ലുമ്പോൾ കിട്ടുന്നത് ഒരു ഇരുമ്പിൻ്റെ കസേരയാണ്. ഞങ്ങൾ ഇവിടുന്ന് കുറേ നേതാക്കളൊക്കെ പോയ സമയത്ത് ഒരു തുരുമ്പിൻ്റെ ഇരുമ്പുള്ള കസേര തന്നു. അതൊക്കെ നാട്ടിലൊക്കെ ഓടിയതാണ്. അത് പക്ഷേ ടെക്നോളജിക്കലി അത് AI ആണ്. ഞങ്ങൾ AI നിർമ്മിത കസേരയാണത്. അതുകൊണ്ടാണ് വലിയ കുഴപ്പം വരാഞ്ഞത്. നിങ്ങളിത് എങ്ങനെ ഒപ്പിക്കുന്നു? ഈ പരമോന്നത ബഹുമതിയും ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നത്? ആ ടെക്നിക്ക് ഒന്ന് പറഞ്ഞു. എല്ലാവരും വിളിച്ചെടുത്തിട്ട് മോദി സൂപ്പറാ. ഏത് രാജ്യത്തെ എന്നാലും മോദി സൂപ്പറാന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ രാജ്യത്ത് അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ നാട്ടിലോ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായമേ ഇല്ല. നിങ്ങൾ കാവ്യവൽക്കരിക്കുന്നു, നിങ്ങൾ ഹിന്ദുത്വവാദികളാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. ഈ ടെക്നിക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം ഒന്ന് Xലോ ട്വിറ്ററിലോ ഒന്ന് ഇടണേ, ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. കാരണം ഞങ്ങളുടെ നേതാക്കൾ പറയുന്നതാണ് സത്യം എന്നറിയാൻ വേണ്ടിയിട്ടാട്ടോ.